ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC NET 2020 എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക്കലി ഇത് ന്യൂമറിക്കൽസ് ആണ്. ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് വൺ വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ ഫോളോയിങ് പ്രോഗ്രാം ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ basic computer. What is the content of accumulator after the execution of program? All location number is listed below are in hexadecimal. അപ്പോൾ ബേസിക്കലി ഇതൊരു അസംബ്ലി കോഡാണ് എക്സാമിനർ തന്നിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ തന്നിരിക്കുന്ന അസംബ്ലി കോഡിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന ന്യൂമോണിക്കിൻ്റെ കറസ്പോണ്ടിങ് മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ലൈൻ ബൈ ലൈൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് CLA എന്നാണ്. CLA എന്ന് പറയുന്നത് ക്ലിയർ അക്യുമുലേറ്റർ എന്നാണ്. ക്ലിയർ അതായത് അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് ക്ലിയർ ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്ന ആഡ് 217 എന്ന് പറയുന്നത് 217ലുള്ള വാല്യൂ, അതായത് ഇവിടെയുള്ള 1234H ആ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ ഒരു ഒന്നും തരാത്തതുകൊണ്ട് അത് അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് STA എന്ന് പറയുന്നത് സ്റ്റോർ അക്യുമുലേറ്റർ ടു ദിസ് പെർട്ടിക്കുലർ ലൊക്കേഷൻ. അതായത് 217 എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലുള്ള വാല്യൂ മാറിയിട്ട് അപ്ഡേറ്റഡ് ആയത്, അതായത് പ്രീവിയസ് വാല്യൂ ആ 217ലേക്ക് സ്റ്റോർ ചെയ്യാം. ഇത് പേടിക്കേണ്ട, നമ്മൾ ഇതിന് ശേഷം ഓരോന്ന് ലൈൻ ബൈ ലൈൻ നോക്കും. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം വരുന്നത് LDA ആണ്. 218 LDA എന്ന് പറയുന്നത് ലോഡ് അക്യുമുലേറ്റർ ഫ്രം 218. അത് 218ലുള്ള വാല്യൂ നേരെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാം. പിന്നെ പറയുന്നത് കോംപ്ലിമെൻറ്റ് A എന്ന് പറയുന്നത് എയിലുള്ള വാല്യൂ കോംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് ആൻഡ് ആ അക്യുമുലേറ്ററിലുള്ള വാല്യൂ ആയിട്ട് 217ലുള്ള വാല്യൂ ആൻഡ് ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. അതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ A. അപ്പം നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു അക്യുമുലേറ്റർ A എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ വെക്കാം. ഇത് നോക്കാം. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് A. ഇവിടെ വരുന്നത് ഞാൻ ഓരോ ലൈൻ ബൈ ലൈൻ ക്ലിയർ ആയി ചെയ്യുമ്പോൾ ഇത് നേരെ empty ആണ് കേട്ടോ, ക്ലിയർ A. പിന്നെ ആഡ് 217 എന്ന് പറയുന്നത് ഇതിലേക്ക് അക്യുമുലേറ്ററിലേക്ക് 217ലുള്ള വാല്യൂ, അതായത് 1234H അത് നേരെ അക്യുമുലേറ്ററിലേക്ക് വരും. അതായത് 1 2 3 4 ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അക്യുമുലേറ്ററിലുള്ള വാല്യൂ എയിൽ ആഡ് ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ ശേഷം എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതായത് ഇവിടെയുള്ള വാല്യൂ, അത് ഇത് ഇൻക്രിമെൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 1235. ഓക്കെ, അതായത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ഈ വാല്യൂ ഇവിടെ ഇത് ചെയ്തപ്പോൾ ഇത് കിട്ടി. അതിൻ്റെ ശേഷം നമുക്ക് പറയുന്നത് എന്താണ്, സ്റ്റോർ A 217, അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ 217ലേക്ക് സേവ് ചെയ്യാം. അതായത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പിയാണ് വരുന്നത്. അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ ഒരു കോപ്പിയാണ് ഈ 217ലേക്ക് സേവ് ചെയ്യുന്നതല്ല, സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. അതായത് 217ലേക്ക് ഈ വാല്യൂ മാറിയിട്ട് നേരെ ഇവിടെ ഒരു 1235 ഇത് മാറും. അതായത് ഈ ഒരു ആക്ഷൻ പെർഫോം ചെയ്ത ശേഷം, അതായത് ഇതെന്ന് പറയുന്നത് 217ലേക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ പെർഫോം ചെയ്യും. ഇതാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, 217 ഇത് അപ്ഡേറ്റ്. ഇതിൻ്റെ ശേഷം LDA 218 എന്ന് പറയുന്നത് 218ലുള്ള വാല്യൂ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാം. അതായത് നമുക്കിവിടെ നോക്കാം, ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ലോഡ് ചെയ്ത് വരുമ്പോൾ അക്യുമുലേറ്ററിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 9CE2H. ഇപ്പോൾ ലേറ്റസ്റ്റ് അക്യുമുലേറ്ററിലുള്ള വാല്യൂ ഇതാണ്. കാരണം ഇതിന് മുന്നുള്ള വാല്യൂ നമ്മൾ നേരെ 217ലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് ആയി വരുമ്പോൾ അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്തിരിക്കുന്നത് 218ത്തെ വാല്യൂ ആണ്, അതായത് 9CE2H ആണ്. അതിൻ്റെ ശേഷം ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഏതാ നമുക്ക് ആദ്യം തന്നെ നമുക്കിത്
നോക്കാം. 9CE2H ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാമെന്ന് അറിയുന്നത് ബേസിക്കലി ഇതൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 0 to 15 ആണ്. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ ഇതിൻ്റെ ട്രഡീഷണൽ വേ എന്നല്ല, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ 9ൻ്റെ ബൈനറി വാല്യൂ നോക്കാം. 9ൻ്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 001 ആണ്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1ൻ്റെ 0, 0ൻ്റെ 1, 1ൻ്റെ 0. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 1246 ആണ്. പക്ഷേ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇൻ ഷോർട്ട് വേയിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഹെക്സാഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 0 to 15 ആണ്. അപ്പോൾ നമുക്ക് 9 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 6 ആണ്. ഓക്കെ, അങ്ങനെ വെച്ച് ഷോർട്ട് കട്ട് ചെയ്യാം. ഇത് ബേസിക്കലി ബൈനറി കണ്ടിട്ട് പിന്നെ കോംപ്ലിമെൻറ്റ് കാണണ്ട. 15 ആണ്, 0 to 15 ആണ്. അതിൽ 9 വരെയുള്ള വാല്യൂ ഇവിടെ ഉണ്ട്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 15 - 9 എന്ന് പറയുന്നത് 6 ആണ്. അതേപോലെ കാണുകയാണെങ്കിൽ സിൻ്റെ ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റ് ബൈനറി കണ്ടിട്ട് കോംപ്ലിമെൻറ്റ് കണ്ടാലും മതി. ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ സി എന്ന് പറയുന്നത് ഇതിൻ്റെ എ എന്ന് പറയുന്നത് 10, ബി എന്ന് പറയുന്നത് 11, സി എന്ന് പറയുന്നത് 12, ഡി എന്ന് പറയുന്നത് 13, ABCDE, ഇ എന്ന് പറയുന്നത് 14, എഫ് എന്ന് പറയുന്നത് 15, 10, 11, 12, 15. അപ്പോൾ സി എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 15 12 മൈനസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 3. ഇ എന്ന് പറയുന്നത് 14 മൈനസ് ചെയ്ത് തന്നെ നമുക്ക് എന്താ കിട്ടുക? 1. ഷോർട്ട് മെത്തേഡാണ് കേട്ടോ. 2 എന്ന് പറയുന്നത് 15 2 മൈനസ് ചെയ്താൽ 15 2 മൈനസ് ചെയ്താൽ 13 ആണ്. 13ൻ്റെ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 13ൻ്റെ ഡി ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഡി ഹെക്സാമൻ്റെ ഇതാണ്. കോംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടിയിട്ട് നമുക്ക് വാല്യൂ ലേറ്റസ്റ്റ് വന്നത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 631 ഡി ആണ്. കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂ ഇതെന്ന് പറയാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് 217, അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ 217 വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 217 വാല്യൂ എന്ന് പറയുമ്പോൾ 12335 ആണ്. അതും ഈ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അക്യുമുലേറ്ററിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 631 ഡി ആണ്. അതും പിന്നെ നമുക്ക് 1235 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്കിത് ബൈനറി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നോക്കാം, ഇവിടെ ഞാൻ കൺവേർട്ട് ചെയ്യാം. 0 1 1 0, പിന്നെ 0 0 1 1, പിന്നെ 0 0 0 1. ഡി എന്ന് പറയുമ്പോൾ 13 ആണ്. 13 എന്ന് പറയുമ്പോൾ 1 1 0 1. പിന്നെ താഴെയുള്ളത് 1ൻ്റെ ബൈനറി എന്ന് പറയുമ്പോൾ 0 0 0 1, 2ൻ്റെ എന്ന് പറയുമ്പോൾ 0 0 1 0, 3ൻ്റെ എന്ന് പറയുമ്പോൾ 0 0 1 1, പിന്നെ പറയുന്നത് 5 ആണ്. 5 എന്ന് പറയുമ്പോൾ 0 1 0 1. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യാം. ആൻഡ് എന്ന് പറയുമ്പോൾ 0 ചെയ്താൽ 0 വരുന്നു, 1 0 ആൻഡ് ഓപ്പറേറ്റ് ചെയ്താൽ 0 വരുള്ളൂ. അതോടൊപ്പം തന്നെ 0 1 അല്ല, ഇതെല്ലാം 0 ആണ് വരുന്നത്. കാരണം 1 0 ചെയ്താൽ 0 തന്നെയാണ്. അപ്പോൾ 0 0 ഇവിടെ 1 വരും, 0 വരും. ഇവിടെ 0 0 0 1 വരും. ഇവിടെ 0 1 0 1. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഹെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 0 1, സോറി ഇത് 2 ആണ്, ഇത് 1, ഇത് 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ലാസ്റ്റ് എല്ലാം ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നത് 0215. അതെന്ന് പറയുന്നത് നമ്മുടെ 4th ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ പോർഷൻ്റെയാണ്.
അന്നേരം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ച് നോക്കാം. കൺസിഡർ എ ഡിസ്ക് സിസ്റ്റം ഹാവിംഗ് 60 cylinders. Disk requests are received by disk drive for cylinder 10, 20, 246, 40,6 and 38 in that order, assuming the disk head is currently at cylinder 20. What is the time taken to satisfy all the requests? If it take 2 milliseconds to move from one cylinder to adjacent one and shortest seek time first algorithm is used. ഇതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി 60 സിലിണ്ടേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിക്വസ്റ്റ് വന്നിരിക്കുന്ന ആ ഓർഡറാണ്. നമുക്ക് സ്റ്റാർട്ടിങ് ഹെഡ് എന്ന് തന്നിരിക്കുന്നത് 20 ആണ് സിലിണ്ടറിൽ. പിന്നെ തന്നിരിക്കുന്നത് നമ്മുടെ ഒരു സിലിണ്ടറിന് അടുത്ത സിലിണ്ടറിലേക്ക് ടൈം തന്നിരിക്കുന്നത് 2 millisecond ആണ്. അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ ടൈമാണ് കാണേണ്ടത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ലൈൻ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു പ്ലെയിൻ സിമ്പിളായിട്ട് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 60 സിലിണ്ടറാണ്. സ്റ്റാർട്ടിങ് ഹെഡ് എന്ന് പറയുന്നത് 20ലാണ്. 20ലാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 ആണ്. പിന്നെ തന്നിരിക്കുന്നത് 6 ആണ്. പിന്നെ 10 ആണ്. പിന്നെ 20 ഹെഡ് തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏതാണ് 22, പിന്നെ 38, പിന്നെ 40. അപ്പോൾ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഹെഡ് തന്നിരിക്കുന്നത് 20ലാണ്. ഇനി നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഏത് ഡയറക്ഷനിലാണ് അങ്ങോട്ടാണ് നമുക്ക് നമ്മുടെ ആക്സസ് പോകുന്നത്, റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് 20ന്ന് ലെഫ്റ്റ് നോക്കാം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ 22 ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഏത് സൈഡാണ് 22ലാണ്. ബിക്കോസ് 22 - 20 എന്ന് പറയുന്നത് 2 ആണ്. 20 - 10 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡിഫറൻസിലോട്ടാണ് നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ 22ലോട്ട് പോകും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 22നും 10ഉം 38. കാരണം 20 ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്തു. ഇനി നേരെ 22 ആണ്. 22ന്ന് 10, 38 ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 38ന്ന് 22 പോകണമെങ്കിൽ ആ ഡിഫറൻസ് എന്തായാലും 22, 10 കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ 10ലോട്ടാണ് പോകുന്നത്. ഡിഫറൻസ് ഏത് ഭാഗത്താണോ ആ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ എന്ന് പറയുന്നത് 10ലെത്തി. 10ന്ന് 6 ആണോ 38ലോട്ടാണ്. അത് ഓഫ് കോഴ്സ് എന്തായാലും 6ലോട്ടേ വരുള്ളൂ. 6ലെത്തി. പിന്നെ 6ന്ന് എന്താ 38, 2 നോക്കുമ്പോൾ എന്തായാലും 20ലേക്കേ വരുള്ളൂ. പിന്നെ ഇത് ലെഫ്റ്റ് ഡയറക്ഷനിൽ പോകേണ്ട ആവശ്യമില്ല, നേരെ റൈറ്റിലേക്കാണ് വരുന്നത്. 38, പിന്നെ 40. ഇനി നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നോക്കാം. ഓവറോൾ എത്ര ടൈമായി നോക്കുമ്പോൾ 22ന്ന് 20 കുറയ്ക്കുമ്പോൾ നമുക്ക് 20 ആണ്, 2 ആണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇവിടുത്തെ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 22 ആണ്, 2 ആണ്. നമുക്ക് ഇൻഡിവിജ്വലായി കാണേണ്ട ആവശ്യമില്ല. അതിലും ബെറ്റർ സ്റ്റാർട്ടിങ്ങും എൻഡും നോക്കിയാൽ മതി. 22, 2 മൈനസ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് 20 ആണ്. പിന്നെ നോക്കുന്നത് 2ഉം 40 ആണ്. ഡിഫറൻസ് അറിയുന്നത് 38. അതായത് നമ്മൾ 20ന്നും 40ന്നും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 40 മൈനസ് ചെയ്താൽ മതി. നമ്മൾ ഓരോ പോയിൻറ്റും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 40ന്ന് 2 മൈനസ് ചെയ്താൽ 38 കിട്ടും. അതോടൊപ്പം തന്നെ 22ന്ന് 2 മൈനസ് ചെയ്താൽ 20 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആഡ് ചെയ്യാം. 2 + 20 + 38 ആഡ് ചെയ്തുമ്പോൾ 38, 40, 40 + 60 ആണ് കിട്ടുന്നത്. അപ്പോൾ 60 നമുക്ക് ഷോർട്ട് 6 ടൈം ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ടേക്സ് 2 millisecond ടു മൂവ് ഫ്രം 1 cylinder ടു adjacent എന്നതാണ്. അപ്പോൾ ഒരു സിലിണ്ടറിന് അടുത്ത സിലിണ്ടറിലേക്ക് പോകുമ്പോൾ 2 millisecond എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇൻറ്റു 2 ചെയ്താൽ മാത്രമേ നമുക്ക് 120 ടോട്ടൽ ഫുൾ ടൈം കിട്ടുള്ളൂ. ഇൻ കേസ് ഇവിടെ 60 ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ 60 കൊടുക്കരുത്. കാരണം നമ്മൾ 2 millisecond എന്ന് പറഞ്ഞിട്ട് എക്സാമിനർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ടോട്ടൽ ടൈം കിട്ടുന്നത്. സിലിണ്ടർ തമ്മിൽ ടൈം വരുന്നത് 2 millisecond ആണ്. അപ്പോൾ ഓവറോൾ ടൈം കാണണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 120 ആണ് കറക്റ്റ് ആൻസർ, 2 millisecond. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് പൈപ്പ് ലൈനിങ് ആണ് വരുന്നത്.
ഓക്കെ, സോ നമുക്കത് നോക്കാം, വായിച്ച് നോക്കാം. A non-pipeline system takes 50 nanoseconds to process a task. The same task can be processed in 6-segment pipeline with a clock cycle of 10 nanoseconds. Determine approximately the speed-up ratio of pipeline for 500 tasks. അപ്പോൾ 500 ടാസ്ക് ആണ്. ഓപ്ഷൻ എന്ന് പറയുന്നത് എ, പിന്നെ ബി 4.95, 5.7, 5.5. അപ്പോൾ നമുക്ക് അതിന് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി അത് നമ്മുടെ പ്രോസസറിൻ്റെ ഇതിലാണ് വരുന്നത്. അതായത് നമുക്കൊരു കുറേ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സീരിയലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ത്രൂപുട്ട് കുറവായിരിക്കും. പക്ഷേ പൈപ്പ് ലൈൻ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനെ സെഗ്മെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈമൾട്ടേനിയസ്ലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രോസസറിൻ്റെ ത്രൂപുട്ട് കൂടും, ക്ലോക്ക് ഫ്രീക്വൻസി നമുക്ക് ഹയറായി നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ മാക്സിമം സ്പീഡപ്പിൽ നമുക്കത് റൺ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഉണ്ട്, സ്പീഡപ്പ് റേഷ്യോന് ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പീഡപ്പ് റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡപ്പ് റേഷ്യോ എന്ന് പറയുന്നത് ഷേക്ക് ആവുന്നുണ്ട്, സ്പീഡപ്പ് റേഷ്യോ അതായത് നോൺ പൈപ്പ് ലൈൻ ബൈ പൈപ്പ് ലൈൻ. ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, നോൺ പൈപ്പ് ലൈൻ ബൈ പൈപ്പ് ലൈൻ ആണ്. ഇതിൻ്റെ നോൺ പൈപ്പ് ലൈൻ കാണണമെങ്കിൽ NTP by K plus n-1 into TP ആണ്. ഓക്കെ, ഇത് K ആണ്, K plus n-1 into TP. എനിക്ക് എഴുതാനൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ബട്ട് കുഴപ്പമില്ല. K plus n-1 into TP. ഇതിൽ n എന്ന് പറയുന്നത് ഇത് ടി പി ആണ് കേട്ടോ, ടി പി അത് ടൈം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടാസ്ക് ആണ്. ടാസ്ക് എന്ന് പറയുമ്പോൾ 500 ആണ് വരുന്നത്. 500 ഇൻറ്റു നോൺ പൈപ്പ് ലൈനിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇത് ടി പി എന്ന് പറയുന്നത് ടൈമാണ്. ടൈം എന്ന് പറയുന്നത് ഇത്ര വരുന്നത് 50 നാനോസെക്കൻഡ് ആണ്. 50 നാനോസെക്കൻഡ് ബൈ K plus n-1 TP. K എന്ന് പറയുന്നത് എത്രയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്? K എന്ന് പറഞ്ഞ സെഗ്മെൻ്റാണ്. ഇവിടെ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് നാനോസെക്കൻഡ് പുറത്താൻ സെയിം ടാസ്ക് 6 സെഗ്മെൻ്റാണ്. K എന്ന് പറയുന്നത് 6 ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടാസ്ക് എന്ന് പറയുന്നത് 500 ആണ്. ടൈം എന്ന് പറയുന്നത് ടി പി എന്ന് പറയുന്നത് 10 നാനോസെക്കൻഡ് ആണ്. എനിക്ക് പെന്നുകൊണ്ട് എഴുതുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ K plus n-1 എന്ന് പറയുമ്പോൾ 6 plus 500. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്ത് നോക്കാം. 500 - 1 ഇൻറ്റു ടി പി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ടി പി എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2500 ബൈ K എന്ന് പറയുമ്പോൾ 6 + 5 500 506 - 1 ഇൻറ്റു 10. ദാറ്റ് മീൻസ് 2500 ബൈ 5050. ഇത് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4.95 ആണ്. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. സ്പീഡ് അപ്പ് എന്ന് പറയുന്നത് നോൺ പൈപ്പ് ലൈൻ ബൈ പൈപ്പ് ലൈൻ NTP ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടാസ്ക്, പിന്നെ ടി പി എന്ന് പറയുന്നത് നമ്മുടെ ഇത് നോൺ പൈപ്പ് ലൈൻ ആയതുകൊണ്ടാണ് ടി പി. അത് ടി പി രണ്ടും സെയിം തന്നെയാണ്. അത് നോൺ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് അതിൻ്റെ ടൈമാണ് നമ്മൾ നോക്കുന്നത്. നോൺ പൈപ്പ് ലൈനിൻ്റെ ടൈം എന്ന് പറയുന്നത് 50 നാനോസെക്കൻഡ് ആണ്.
അതുകൊണ്ട് അതിൻ്റെ ടാസ്ക് നേരം 500 × 50 ബൈ പൈപ്പ് ലൈൻ ചെയ്യുമ്പോൾ k + n - 1 × TP. k എന്ന് പറയുന്ന സെഗ്മെൻ്റ് ആണ് 6 + 500 - 1 × TP എന്ന് പറയുന്നത് പൈപ്പ് ലൈനിൻ്റെ ടൈം എന്ന് പറയുന്നത് ക്ലോക്ക് സൈക്കിൾ 10 നാനോസെക്കൻഡ് ആണ്. അപ്പോൾ 10 വരുന്നു. ലാസ്റ്റ് അത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. അത് ചെയ്തതിന് 4.95 വരും. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നെറ്റിലും ചോദിച്ചിരുന്നു, ഇപ്പത്തിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4th ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇതും എൻ്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഷിഫ്റ്റിലും ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്, എല്ലാ ഇയറിലും. നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ആദ്യം തന്നെ കൺസിഡർ എ സിംഗിൾ ലെവൽ page table system with the page table stored in the memory. If the hit rate to TLB is 80% and it takes 15 nanoseconds to search the TLB and 150 nanoseconds to access main memory, then what is the effective memory access time in nanosecond? ഇത് ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ പേജിംഗ് ആണ്. പേജിംഗിൽ എന്ന് പറയുന്നത് ടി എൽ ബി ആക്സസ്, TLB എന്ന് പറയുന്നത് മെയിൻലി ഒരു ക്യാഷ് മെമ്മറിയാണ്. അവിടുത്തെ ഹിറ്റ് റേഷ്യോ 80% ആണ്. ദാറ്റ് മീൻസ് ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 80% ആണ്. അപ്പോൾ മിസ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 20%. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേജിങ്ങിൽ TLB ആക്സസ് ഉണ്ടോ, പ്രോസസ്സർ ഉണ്ടോ. അപ്പോൾ നമ്മൾ മെയിൻ മെമ്മറിയിൽ എല്ലാ ഡാറ്റാസും കീപ്പ് ചെയ്യില്ല. ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന ഡാറ്റ TLBയിലാണ് വെക്കുന്നത്. TLB എന്ന് പറയുന്നത് ട്രാൻസിഷൻ ലുക്ക് അസൈഡ് ബഫറാണ്. അതൊരു ക്യാഷ് മെമ്മറിയാണ്. അവിടെ റീസെൻ്റ്ലി ആക്സസ് ചെയ്യുന്ന പേജസ് ഒക്കെ നമ്മൾ TLBയിലാണ് വെക്കുക. കാരണം അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ഹിറ്റ് റേഷ്യോ 80%, മിസ് റേഷ്യോ ഇതും. പിന്നെ 50 നാനോസെക്കൻഡ് ടു സെർച്ച് ദ TLB ആക്സസ് ആൻഡ് 150 നാനോസെക്കൻഡ് ടു ആക്സസ് ദ മെയിൻ മെമ്മറി. അപ്പോൾ എഫക്റ്റീവ് മെമ്മറി കാണണമെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഇതിപ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈമിൻ്റെ ഷോർട്ട് എന്ന് പറയുന്നത് EMA ഈസ് ഈക്വൽ ടു ഹിറ്റ് റേഷ്യോ into TLB access time ആണ്. ആക്സസ് ടൈം TLB ആക്സസ് പ്ലസ് മെയിൻ മെമ്മറി പ്ലസ് മിസ് റേഷ്യോ TLB ആക്സസ് ടൈം പ്ലസ് 2 ഇൻറ്റു മെയിൻ മെമ്മറി. ഇതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കൊടുത്തത് ഇവിടെ സിംഗിൾ ലെവൽ പേജിങ് ആയതുകൊണ്ട് 2 വരുന്നത്. സാധാരണ L+1 ആണ് ഉണ്ടാവുക. L എന്ന് പറഞ്ഞ ലെവലാണ്. ഇവിടെ സിംഗിൾ ലെവൽ ആയതുകൊണ്ട് L+1 ഞാൻ ഡയറക്റ്റ് 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ലെവൽ ഒരു 3 ലെവൽ എന്ന് പറയുമ്പോൾ L+1ൻ്റെ പകരം Lന് ഏത് ലെവലാണോ ഉള്ളത് അത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ L1 ആയതുകൊണ്ട് സിംഗിൾ ലെവൽ ആയതുകൊണ്ട് 1. അപ്പോൾ L+1 എന്ന് പറയുമ്പോൾ 1+1 2 ആണ്. 2 ഇൻറ്റു മെയിൻ മെമ്മറി. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഡയറക്റ്റ് വാല്യൂ ഫോർമുല 80/80% എന്ന് പറയുന്നത് 80/100 ഇൻറ്റു TLB ആക്സസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? TLB ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ 15 നാനോസെക്കൻഡ് പ്ലസ് 15 നാനോസെക്കൻഡ് പ്ലസ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? മെയിൻ മെമ്മറി എന്ന് തന്നിരിക്കുന്നത് നമുക്ക് 150 നാനോസെക്കൻഡ് പ്ലസ് മിസ് റേഷ്യോ 20/100 ഇൻറ്റു 15 പ്ലസ് 2 ഇൻറ്റു 150 എന്ന് പറയുന്നത് ചെയ്യാം 80/100 ഇൻറ്റു 150/15 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 165 പ്ലസ് 20/100 ഇൻറ്റു 15 പ്ലസ് 300 ആണ് വരുന്നത്. ഇത് സോൾവ് ചെയ്ത് നമുക്ക് നോക്കാം എന്താ. 80/100 165 പ്ലസ് 20/100 ഇൻറ്റു 315. ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം. ഇതിൻ്റെ ആൻസർ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നേരെ ഈ 20 കട്ട് ചെയ്യാം.
1 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. ഇത് ഷോർട്ട് ചെയ്യുമ്പോൾ ഇതെന്താ കിട്ടുന്നത് 4 എന്ന് പറയുന്നത് 5 ആണ്. 40 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. TLB ആക്സസ് ഇത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 4/5 ഇൻറ്റു 165 പ്ലസ് ഇത്രയും കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം 0.8 ചെയ്താലും മതി. ഇങ്ങനെ ഇത്ര കോംപ്ലിക്കേറ്റായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഓർ മെത്തേഡ് ചെയ്തിട്ട് 80% നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ചെയ്ത് കാൽക്കുലേഷൻ സ്പീഡപ്പ് ചെയ്യാനായി ക്യാൻസൽ ചെയ്ത് നമുക്ക് സമയം പോക്കണ്ട. 0.8 ഇൻറ്റു 165 പ്ലസ് 0.2 ഇൻറ്റു 315 ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. 165 ഇൻറ്റു 8 എന്ന് പറയുന്നത് 40 38 48 68 36 42 48 52 8 എന്ന് പറയുമ്പോൾ 132 പ്ലസ് നമുക്ക് കിട്ടുന്നത് എന്താ 315 ഇൻറ്റു 2 ചെയ്ത് നോക്കിയാൽ 10 1 3 60 63 ആഡ് നോക്കിയാൽ 5 195 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതാദ്യം തന്നെ ഫ്രാക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഡെസിമൽ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഈ മെത്തേഡ് നമുക്ക് വേണ്ട, ടൈം കൺസ്യൂമിംഗ് ആണ്. ജസ്റ്റ് ഡെസിമൽ വെച്ച് ഫ്രാക്ഷൻ വെച്ച് ചെയ്യേണ്ട, ഡെസിമൽ വെച്ച് ചെയ്താൽ മതി, പോയിൻ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 195 കിട്ടിയിട്ടുണ്ട്. 132 പ്ലസ് 63 കറക്റ്റ് ആൻസർ 195. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.